ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എന്ത് വലിയ ഓഫീസാച്ചാ ഇത്! ചന്ദ്രോത്തുപക കൺസ്ട്രക്ഷൻ വർക്കിന്റെ ഓഫീസിന്റെ മുമ്പിലെത്തിയതും ആരും ആശ്ചര്യത്തോടെ കണ്ണുവിടത്ത് സൂര്യയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളുടെ ഭാവം കണ്ട് സൂര്യ ചിരിച്ചു. വാ മോളെ. ആരുവിനെ വിളിച്ച് സൂര്യ മുന്നോട്ടും നടന്നതും സൂര്യയുടെ കയ്യും പിടിച്ച് ആരു ചുറ്റും നോക്കി മുന്നോട്ടും നടന്നു. ലിഫ്റ്റ് കയറി 5th ഫ്ലോറിൽ ഇറങ്ങി സൂര്യ ആരുവിനെയും കൊണ്ട് MD ക്യാബിനിലേക്ക് കയറി. അച്ഛനാണോ ഇവിടുത്തെ MD? അവിടെയുള്ള ടേബിളിലുള്ള നെയിം ബോർഡ് വായിച്ച് ആരും ഞെട്ടലോട് ചോദിച്ചു. അതെല്ലോ. അപ്പോ CEO ആരാ? ആ പോസ്റ്റ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കാണ് മോളെ. അവിടെ മാഹിക്കുട്ടിനെ എടുത്തണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ നടന്നില്ല. ഒരു നെടുവീർപ്പോടെ സൂര്യ പറഞ്ഞു. അല്ലച്ചാ, അയാൾ നമ്മുടെ സത്യം മനസ്സിലാക്കിയതൊക്കെ അറിഞ്ഞു കാണുമോ? ആര് സംശയത്തിൽ സൂര്യയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല മോളെ, അവനറിയില്ല. എപ്പോഴാച്ചാ മീറ്റിംഗ്? എല്ലാരും വരില്ലേ? 10 മണിക്കാ. ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ. എല്ലാവരും എത്തിക്കാണും. പിന്നെ മോൾക്കൊരു സർപ്രൈസും ഉണ്ട്. ആരുവിനെ നോക്കി ചെറു ചിരിയോടെ സൂര്യ പറഞ്ഞു. എന്ത് സർപ്രൈസ് അച്ഛാ? സൂര്യ പറഞ്ഞത് കേട്ട് കണ്ണുവിടത്തിക്കൊണ്ട് ആര് ചോദിച്ചു. അതൊക്കെ ഉണ്ട്. സൂര്യ വിട്ടു പറഞ്ഞില്ല. പാറ അച്ഛാ. ഇല്ല. സൂര്യ വിട്ടു പറയാത്തത് കണ്ട് ആരും മുഖം വീർപ്പിച്ചിരുന്നു. മുല്ലപ്പൂമുടി ഏറ്റുകിടക്കാൻ കല്ലിനുണ്ടൊരു സൗരഭ്യം എന്ന് പറയും പോലെ എന്റെ മോന്റെ കൂടെ കൂടി നീ ഈ മുഖം വീർപ്പിക്കലും നിനക്ക് കിട്ടിയല്ലേ? ആരും മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് കണ്ട് സൂര്യ പൊട്ടിച്ചിരിച്ചു. സർ, മീറ്റിങ്ങിന് ടൈമായി. പെട്ടെന്ന് ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വന്നുകൊണ്ട് ഒരു പെൺകുട്ടി പറഞ്ഞു. ആ വാ മോളെ. ആ പെൺകുട്ടി പോയതും സൂര്യ ആരുവിനെയും കൊണ്ട് മീറ്റിംഗ് ഹാളിലേക്ക് നടന്നു. സൂര്യയുടെ കൂടെ വരുന്ന ആരുവിനെ കണ്ടതും എല്ലാവരിലും സംശയം നിറഞ്ഞു. എല്ലാവരുടെയും കൂടെ ഇരിക്കുന്ന മാനേജർ ഗോപിയെ കണ്ടതും സൂര്യയുടെ മുഖം ഇരുണ്ടുവെങ്കിലും വന്ന ദേഷ്യം മടക്കി നിർത്തി മുഖത്തൊരു ചിരി വരുത്തി സൂര്യ ആരുവുമായി ഉള്ളിലേക്ക് കയറി. ഹായ് എവരിബഡി. പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ? നമ്മുടെ ഓഫീസിലുള്ള ഒരാള് ഇന്നിവിടുന്ന് ഇറങ്ങുകയാണ്. സൂര്യ പറഞ്ഞത് കേട്ട് എല്ലാവരിലും സംശയം നിറഞ്ഞു. അതൊക്കെ ആരൊക്കെയാണെന്ന് പറയാം. അതിനു മുമ്പ് എനിക്കൊരാളെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനുണ്ട്. അതും പറഞ്ഞ് സൂര്യ തനിക്കടുത്തായി നിൽക്കുന്ന ആരുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു. ഇതെന്റെ മോൾ ആരുഷി യക്ഷിത് മഹാദേവ്. ഇനി മുതൽ ഈ കമ്പനിയിലെ CEO എന്റെ മോളായിരിക്കും. സൂര്യ അവസാനം പറഞ്ഞത് കേട്ട് ആരും ഞെട്ടി പണ്ടാരടങ്ങി. സൂര്യയെ നോക്കിയതും സൂര്യ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അല്ല, അതിന് സാറിന് മകളില്ലല്ലോ, ഒരു മകൻ മാത്രമല്ലേ ഉള്ളൂ? ഒരു എംപ്ലോയി തന്റെ സംശയം മറച്ചു വെക്കാതെ സൂര്യയോട് ചോദിച്ചു. അതെന്താടോ, മകളാക്കാൻ സ്വന്തം രക്താകണമെന്നൊന്നുമില്ലല്ലോ. ആരും എൻ്റെ മോന്റെ ഭാര്യ കൂടിയാ. അപ്പൊ അവിടെ എനിക്ക് മകൾ തന്നെയാണ്. ഇത്രയും കാലം ഈ ഓഫീസിൽ നടക്കുന്ന പല അഴിമതികളും എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ ഈ മോളാ. ആരുവിനെ ചേർത്ത് പിടിച്ച അഭിമാനത്തോടെ പറഞ്ഞു സൂര്യ. എന്നാൽ അവസാനം പറഞ്ഞത് കേട്ട് ഭാവങ്ങൾ മാറുന്ന പല മുഖങ്ങളും ആരും സൂര്യയും വ്യക്തമായി കണ്ടിരുന്നു. അല്ല സർ, ആരവിടുന്ന് പിരിഞ്ഞു പോകുന്നത്? ആകാംക്ഷ അടക്കാതെ സ്റ്റാഫിൽ ഒരാൾ ചോദിച്ചു. വേറെ ആരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മാനേജർ ഗോപിയാണ്. സൂര്യ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി. ഗോപി കം. സൂര്യ വിളിച്ചതും വിറയിലൂടെ ഗോപി സൂര്യക്കരികിലേക്ക് നടന്നു. ഗോപിയെ ഇവിടുന്ന് പിരിച്ചുവിടുന്നതിന് ഗോപിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സൂര്യയുടെ ചോദ്യം കേട്ടതും അയാൾ വിളറിയ മുഖത്തോട് ഒന്നും പറയാനാകാതെ നിന്നു. സൂര്യ തന്നെ ഗോപി കമ്പനിയിലുണ്ടാക്കിയ തിരിമറികൾ എല്ലാവർക്കും മുമ്പിലും കാണിച്ചു കൊടുത്തു. ആൾക്കൂട്ടത്തിൽ തൊലിയിരിഞ്ഞതുപോലെ നാണക്കേടോടെ ഗോപി നിന്നു. മോളെ, ഇവനെ എന്ത് വേണമെന്ന് മോൾക്ക് തീരുമാനിക്കാം. പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കണോ? എങ്കിലും അങ്ങനെയും ചെയ്യാം. സൂര്യ പറഞ്ഞത് കേട്ട് ആര് കൈകൾ കെട്ടി ഗോപിയെ നോക്കി. പോലീസിലൊന്നും ഏൽപ്പിക്കണ്ട അച്ഛാ. പകരം നമുക്ക് ഇയാൾ കാരണം വന്ന നഷ്ടം ഇയാളെ കൊണ്ട് തന്നെ നികത്തിക്കാം. ആര് പറഞ്ഞത് കേട്ട് സംശയത്തിൽ സൂര്യ അവളെ നോക്കി. കണക്കുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ 50 ലക്ഷത്തിനടുത്ത് രൂപയോളം കമ്പനിയെ പറ്റി ഇയാൾ സ്വന്താക്കിയിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ച തുകയും പിന്നെ കമ്പനിക്ക് വന്ന പല നഷ്ടങ്ങളൊക്കെ കൂട്ടി 80 ലക്ഷം രൂപ ഇയാൾ കമ്പനിക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നിരിക്കണം. അല്ലാത്ത പക്ഷം തനിക്ക് നേരെ കേസ് ഫയൽ ചെയ്യും. എന്ത് വേണമെന്ന് ഗോപിക്ക് തീരുമാനിക്കാം. വേണ്ട സർ, ക്യാഷ് ഞാൻ തന്നോളാം. എങ്കിൽ തനിക്ക് കൊള്ളാം. ബാബേതൊന്നുമില്ലാതെ ആരും പറഞ്ഞു. ഇനി ഗോപിയുടെ ആവശ്യം ഈ കമ്പനിക്ക് വേണ്ട. സോ തനിക്ക് പോകാം. ഡിസ്മിസൽ ലെറ്റർ എടുത്ത് ഗോപിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് സൂര്യ പറഞ്ഞതും എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട ദേഷ്യത്തിലും പകയിലും സൂര്യയെയും ആരുവിനെയും പകയോടെ നോക്കി ഗോപി അവിടുന്ന് പോയി. എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? സിഇഒയുടെ ക്യാബിനിലേക്ക് എത്തിയതും ആരുവിനെ CEO ചെയറിലേക്ക് ഇരുത്തിക്കൊണ്ട് സൂര്യ ചോദിച്ചു. വേണ്ട എന്നുവെച്ചാ, CEO ആകാനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും എനിക്കില്ല. ഉണ്ട്.
ഈ കമ്പനിയിലെ CEO ആകാനുള്ള അർഹത അത് മോൾക്കാ. മോളെ എന്നൊന്നും ഇങ്ങോട്ട് വരണ്ട. ഇടയ്ക്ക് മോളുടെ ഇഷ്ടപ്പെട്ട ടീച്ചിങ് ജോലിക്കും പോകാം. എന്നാലും ഇവിടെ ഒരു നിയന്ത്രണം വേണം, അത്രയും മതി. അച്ഛാ, അതിനെനിക്കൊന്നും. മോളൊന്നും പറയണ്ട. എല്ലാം പറഞ്ഞു തരാൻ മോൾക്കൊപ്പം ഈ അച്ഛനുണ്ടാകും. പിന്നെ മോളുടെ PA ഉണ്ടാകും. അതുകൊണ്ട് ആ കാര്യത്തിൽ മോൾക്ക് പേടി വേണ്ട. മായിക്കുട്ടിന് ഈ ജന്മം ഇതിലേക്കൊന്നും തിരിഞ്ഞു നോക്കില്ല. എൻ്റെ കാലശേഷം ഇതൊന്നും മന്യാദിനപ്പെട്ടു പോകരുത്. അതാ അച്ഛനെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. മോൾ തന്നെയാ ഇതൊക്കെ നോക്കി നിർത്താൻ നല്ലത്. പിന്നെ മാഹിക്കുട്ടിൻ്റെ എതിർപ്പ് അതൊക്കെ മോളെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. അത് പറഞ്ഞ സൂര്യ ഒരു പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. മോളെ, ഇത് പ്രിയ, മോളുടെ PA ആണ്. മോൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിച്ചാൽ മതി. അന്ന് വൈകുന്നേരമാണ് ആരും സൂര്യയും അവിടുന്ന് ഇറങ്ങിയത്. കമ്പനിയിലുള്ള എല്ലാവരെയും എല്ലാത്തിനെയും കുറിച്ചുമൊക്കെ സൂര്യയും പ്രിയയും വ്യക്തമായി ആരുവിന് പറഞ്ഞു കൊടുത്തതും അവളുടെ ഉള്ളിലെ ഭയം മാറിയെങ്കിലും അവളിലുള്ള കടമ്പ മാഹിയോട് ഇതേക്കുറിച്ച് എങ്ങനെ പറയുമെന്നായിരുന്നു. എന്താ വൈകിയത്? കോവിലകത്തിന്റെ പൂമുഖത്തിരുന്ന സീതയും ഇന്ദുവും ആരുവും സൂര്യയും വരുന്നത് കണ്ട് ചോദിച്ചു. നിൽക്കുന്നത് ആരാന്ന് മനസ്സിലായ നിങ്ങൾക്ക്? ആരുവിനെ കാണിച്ചു കൊടുത്ത് സൂര്യ അവരോട് ചോദിച്ചു. എന്താ സൂര്യ നിന്റെ തലക്ക് പറ്റിയത്? ഇത് നമ്മളുടെ ആരുമോളല്ലേ? അതെ, പക്ഷെ ഇപ്പൊ ഇവള് കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ മാത്രല്ല, നമ്മുടെ കമ്പനിയുടെ CEO കൂടിയാണ്. അഭിമാനത്തോടെ ആരുവിനെ തനിക്കൊപ്പം നിർത്തിക്കൊണ്ട് സൂര്യ പറഞ്ഞത് കേട്ടതും ഇന്ദുവും സീതയും ഞെട്ടി. മാഹിമോൻ ഇത് അറിഞ്ഞോ? ഞെട്ടല് മാറിയതും സീത ചോദിച്ചു. ഇല്ല, പറഞ്ഞിട്ടില്ല. അവൻ വരുമ്പോ മോള് തന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളും. സൂര്യ നിറഞ്ഞ സന്തോഷത്തോടെ ആരുവിനെ നോക്കി പറഞ്ഞു. എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഒരു മുഖം മാത്രം ഇരുണ്ടു. അവർക്കിടയിൽ ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ തക്കം പാത്ത് സ്നേഹത്തിന്റെ മുഖം മൂടിയടിഞ്ഞ് നടക്കുന്ന ആ ഒരാളിൽ ചെന്ത്രോത്ത് കോവിലകം തന്നെ നശിപ്പിക്കാനുള്ള പക എരിഞ്ഞുകൊണ്ടിരുന്നു. ആര് ഫ്രഷായി ഇറങ്ങുമ്പോഴാണ് മാഹി വന്നത്. അച്ഛനും മോളെന്താ ഇന്ന് നേരത്തെത്തിയോ? ആരുവിനെ കണ്ടതും കയ്യിലെ വാച്ചഴിച്ച് മാറ്റിക്കൊണ്ട് തെല്ലൊരു കുശുമ്പോടെ ചോദിച്ചു. കുശുമ്പ് ഊതിയിട്ട് കാര്യമില്ല മോനെ, ആരു മഹിയുടെ കവളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കെന്തിനാ കുശുമ്പ്? ആരുവിന്റെ കൈകൾ തട്ടി മാറ്റി കെറുവോടെ മാഹി പറഞ്ഞു. അച്ഛൻ എന്നോട് സ്നേഹം കാണിക്കുന്നതിന് നിങ്ങൾക്ക് കുശുമ്പാ? മഹിയുടെ മുന്നിലേക്ക് നിന്ന് അവന്റെ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചുകൊണ്ട് ആര് പറഞ്ഞു. അങ്ങനെ തന്നെ കൂട്ടിക്കോ. നിന്നെ ഞാൻ മാത്രം സ്നേഹിച്ചാൽ മതി. അതുപോലെ നീ എന്നോട് മാത്രം സ്നേഹം കാണിച്ചാലും മതി. ആരുവിന്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ തന്നെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കടുത്ത സ്വരത്തിൽ മാഹി പറഞ്ഞു. അതെന്ത് വർത്താനം മാഹിയേട്ടാ, ഇതൊന്നും ഒരിക്കലും ശരിയാകില്ല. മാഹിയുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്ന് അവനെ കുശുമ്പ് കയറ്റാനായി അതും പറഞ്ഞ് ഷർട്ടിന്റെ ബട്ടൺ അടിച്ച് മാറ്റാൻ തുടങ്ങിയതും മാഹി ആരുവിന്റെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ തന്നോട് ചേർത്തു. ശരിയാവണം, നീ എന്റേതാ, എന്നും അങ്ങനെ മതി. മറ്റേ കൈ കൊണ്ട് ആരുവിന്റെ മാറിൽ അമർത്തി ഞെരിച്ച് അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് മാഹി പറഞ്ഞതും ആര് തന്റെ മാറിൽ മുറുകിയ മാഹിയുടെ കൈ തട്ടി മാറ്റി അവനിൽ നിന്നും വേഗം മടന്നു മാറിയതും മാഹി അതിനെ അനുവദിക്കാതെ അവളുടെ ഇടുപ്പിലുള്ള പിടിമുറുക്കി അവളെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചു. മാഹി ആരുവിന്റെ അതരങ്ങൾ അപ്പാടെ കടിച്ചെടുത്ത് വായ്ക്കുള്ളിലാക്കി നുണയാൻ തുടങ്ങിയിരുന്നു. ആ സമയം മാഹിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ആരുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞ് കൈകൾ അവനിൽ മുറുകി. അവളൊന്ന് കുതറി മാറാൻ നോക്കിയതും മാഹി അതിനെ സമ്മതിക്കാതെ അവളെ കൂടുതൽ വലിഞ്ഞു മുറുക്കി ചുംബിക്കാൻ തുടങ്ങി. ആ ചുംബനത്തിൽ ലയിച്ച് ആരുവിന്റെ എതിർപ്പ് പതിയെ ഇല്ലാതെയായി. അവളും അത് ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. ആരും തന്നെ തിരികെ ചുംബിക്കാൻ തുടങ്ങിയത് അറിഞ്ഞ പോലെ അവളിൽ മുറുകിയ മഹിയുടെ കൈകളായി അവ അവളുടെ ദേഹത്തു കൂടെ ഒഴുകി നടക്കാൻ തുടങ്ങിയതും ആരൊന്ന് കുറുകി അവനോട് കൂടുതൽ ചേർന്ന് നിന്നു. നിമിഷങ്ങൾ കഴിയും തോറും മഹിയുടെ കൈകളുടെ കുസൃതി കൂടി വരാൻ തുടങ്ങിയതും അവൻ ഇനിയും തടഞ്ഞിട്ടില്ലെങ്കിൽ അത് തനിക്ക് തന്നെ പണിയാകുമെന്ന് മനസ്സിലാക്കിയ ആരും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മഹിയെ തള്ളി മാറ്റി. ഞാൻ താഴെ കാണും, വേഗം പോയി കുളിച്ചു പോവാ മാഹിയേട്ടാ. മാഹിയുടെ ഭാവം മാറിയത് കണ്ട് ഇനിയും അവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കിയ ആരും അവനോടായി അത്രയും പറഞ്ഞ് താഴേക്ക് ഓടി. താഴേക്ക് വന്ന ആരും അവിടെയൊന്നും ആരെയും കാണാതെ സ്വീകരണ മുറിയിലേക്ക് നടന്നതും കണ്ടു TV കണ്ടിരിക്കുന്ന സീതയെയും ഇന്ദുവിനെയുമാണ്. അരികിലെ സെറ്റിയിൽ ലാപ്പും കുറച്ച് ഫയലും ഒക്കെയായി സൂര്യയും ഇരിക്കുന്നുണ്ട്. ആരും മുടിയൊതുക്കിക്കൊണ്ട് അവിടെ അടുത്തേക്ക് നടന്നു. ഞാൻ സഹായിക്കണച്ചാ? സൂര്യക്കരികിൽ വന്നിരുന്നു കൊണ്ട് ആരും ചോദിച്ചു. വേണ്ട മോളെ, ഇത് കഴിഞ്ഞു. ആരുവിനെ നോക്കി കണ്ണട നേരെ വെച്ച് ചിരിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞതും ആരും ഒന്ന് മോള് TV നോക്കിയിരുന്നു. അല്ല, മോള് മാഹിമോനോട് പറഞ്ഞോ കാര്യം? ഇല്ല ചാ, കുറച്ച് കഴിഞ്ഞിട്ട് പറയാന്ന് കരുതി. സൂര്യക്ക് മറുപടി എന്ന പോലെ ആരും പറഞ്ഞു. വേണ്ടായിരുന്നു, മാഹിക്കുന്നത് ഇഷ്ടാകില്ല. വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കണ്ട. മോൾക്ക് സ്കൂളിലെ ജോലി തന്നെയാ നല്ലത്. ഇനി മുതൽ സൂര്യക്കൊപ്പം ഓഫീസിൽ പോകുന്നത് ആലോചിച്ച് മുഷ്ടിലോട് ഇന്ദു പറഞ്ഞു. അതെന്താ ഇന്ദു നീ അങ്ങനെ പറയുന്നത്? മാഹിമോൻ സമ്മതിച്ചോളും. സൂര്യക്ക് പ്രായമായ വരികയല്ലേ. അപ്പൊ ആരുമോൾ ഇതൊക്കെ നോക്കി പഠിക്കുന്നത് നല്ലത് തന്നെയാ. ഇന്ദു പറഞ്ഞത് ഇഷ്ടപ്പെടാതെ സീത പറഞ്ഞു. അച്ഛാ,
ഇതിന്റെയൊക്കെ ചുമതല മഹിയേട്ടനെ കൂടെ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത്. ഇന്ദുവിന്റെ ഇഷ്ടക്കേട് മനസ്സിലാക്കി ആര് സൂര്യയോട് ചോദിച്ചു. ബെസ്റ്റ്. ബുക്ക് എടുത്ത് പഠിക്കാതെ 10ാം ക്ലാസ് തോറ്റ അവനെ തന്നെ ഞാനിതൊക്കെ പഠിപ്പിച്ച് ഏൽപ്പിക്കണല്ലേ. എന്റെ ആരുമോളെ, അവനവന്റെ പേര് തന്നെ എഴുതാൻ അറിയോ ആവോ? ആര് പറഞ്ഞത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു. നീ അത്രയ്ക്ക് കൊച്ചാക്കൊന്നും വേണ്ട അവന് പഠിക്കാൻ മടിയായിരുന്നു, അല്ലാതെ പഠിക്കാനുള്ള ബുദ്ധി ഇല്ലാണ്ടൊന്നും അല്ല. പിന്നെ അവൻ പഠിച്ച് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഉള്ളതെല്ലാം എന്റെ മഹിമോനുള്ളതാ. ഈ കോവിലകത്തെ കൊച്ചു തമ്പുരാനാ അവന്. അവൻ പഠിച്ച് ജോലിക്ക് പോകേണ്ട ആവശ്യം ഇവിടെ ഇല്ല. മഹിയെ കളിയാക്കിയത് ഇഷ്ടപ്പെടാതെ ഇത്തിരി ഗൗരവത്തോടെ സീത പറഞ്ഞതും ഇന്ദുവും അത് ശരിവെച്ചു. ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെ പോയാലേ ഈ ജന്മം അവൻ നന്നാകാൻ പോകുന്നില്ല. സീത പറഞ്ഞതിന് കെറുപോട് അതും പറഞ്ഞ് സൂര്യ മുഖം കൂട്ടിയിരുന്നു. ആരുവാണെങ്കിൽ ചെകുത്താനും കടലിനും നടുക്കുപെട്ട പോലെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നു.